ഹായ് ഫ്രണ്ട്സ്, ഡൽഹിയിലെ വിവേക് വിഹാറിൽ കുട്ടികളുടെ ആസ്പത്രിക്ക് തീ പിടിച്ചു. 7 കുട്ടികൾ വെന്ത് മരിച്ചു. 10-ലേറെ കുട്ടികൾ മരണത്തോട് മല്ലടിക്കുന്നു. എത്ര ദാരുണം! ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്ററിൽ തീപിടുത്തം. 27 പേരാണ് വെന്ത് മരിച്ചത്. ഇതൊക്കെ കാണിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാർ എത്രമാത്രം ഫ്രജൈലാണ് എന്നുള്ളതാണ്. എന്ന് പറയാൻ അപകടാവസ്ഥയിലാണ്. ജീവനും സ്വത്തിനും ഒന്നും യാതൊരു സുരക്ഷിതത്വവുമില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യുന്ന മറ്റു നാടുകളിലേക്ക് കുടിയേറി പാർക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ മടങ്ങി വരാതെ അവിടെ തന്നെ സ്ഥിരതാമസമാക്കുന്നത്. ജീവനും സ്വത്തിനും സുരക്ഷിതത്വമില്ല. ഓരോ ദിവസവും എത്ര അപകടങ്ങളാണ്, പ്രത്യേകിച്ച് റോഡ് അപകടങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. അട്ടപ്പാടിയില് കോട്ടത്തറ ആസ്പത്രിയില് ആംബുലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരു മനുഷ്യജീവൻ പൊരിഞ്ഞു. ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരം മറിഞ്ഞു വീണു. ആംബുലൻസ് ഇല്ല. ദൂരെ നിന്ന് ആംബുലൻസ് വന്ന് 3 മണിക്കൂറിലേറെയായി. ആ മനുഷ്യജീവൻ കൊഴിഞ്ഞു വീഴുകയാണ്. ഇതൊക്കെ തന്നെ ഇവിടെയും സംഭവിക്കുന്നു. കേരളത്തില് ആരോഗ്യ വകുപ്പ് ആകപ്പാടെ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഓർക്കുന്നുണ്ടാവും, കാലിന് ശസ്ത്രക്രിയക്ക് വന്ന ഒരു പേഷ്യന്റിന്റെ നാവിന് ശസ്ത്രക്രിയ ചെയ്തു. ഇവനൊക്കെ ക്വാളിഫൈഡ് ആണെന്ന് സംശയിക്കേണ്ടി വരും. വല്ല മാർക്ക് തിരിഞ്ഞതോ രാഷ്ട്രീയക്കാരുടെ സ്വാധീനത്തിൽ അഡ്മിഷൻ കിട്ടിയതോ ഒക്കെ ആയിരിക്കണം. അല്ലെങ്കിൽ കാലിന് ശസ്ത്രക്രിയ ചെയ്യുന്നതിന് പകരം നാവിന് ചെയ്തു കളയും. ഇടതുകാര് മാറി വലതുകാരെ മനസ്സിലാക്കാം, സ്വാഭാവികമായി ഹ്യൂമൻ എറർ. പക്ഷെ കാലിന് പകരം നാവിന് ശസ്ത്രക്രിയ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഏത് കോത്താണെന്ന് വരുന്നതാണ്. ഡോക്ടറാണ് പോലും ഡോക്ടർ. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് യഥോ രാജ തഥാ പ്രജ. നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ കാര്യപ്രാപ്തി നമുക്കെല്ലാം സുപരിതമാണ്. അതുകൊണ്ട് തന്നെ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നപ്പോഴത്തെ അവസ്ഥയെ പറ്റി നമ്മൾ ആലോചിച്ച് പോകും. ഒരുപക്ഷെ ശൈലജ ടീച്ചർ ഈ ലോക്സഭാ ഇലക്ഷൻ തോക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുകൊണ്ടുമല്ല, പ്രഗത്ഭമതിയായ ഒരു രാഷ്ട്രീയ നേതാവിനെ കേരളത്തിൽ നഷ്ടമാവും. ഡൽഹിയിലേക്ക് പോയാൽ പിന്നെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അവരെ കെട്ടിക്കുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ പലരും രണ്ടാം പിണറായി സർക്കാരില് പ്രാഗൽഭ്യമുള്ള മന്ത്രിമാരുടെ കുറവ് തികച്ചും വ്യക്തമാണ്. എന്തെല്ലാം സംഭവങ്ങൾ നമുക്ക് ചുറ്റും. ഇതൊക്കെ ആരോട് പറയാൻ? കേടുക ഭാരതമേ.